തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ഞാൻ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സര്യമായ സർവസുധാംനാഥ, എൻ്റെ മഹാകരുണയിലും കൃപയിലും കർത്താവ് ഈ നാളുകൾ എത്രയും ഞങ്ങളെ വഴിനടത്തുകയും ശക്തീകരിക്കുകയും ചെയ്ത വൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവ് വർഷത്തിൻ്റെ പ്രാരംഭ ദിവസം മുതൽ കർത്താവേ, ഈ കർത്താവ് 12-ാം മാസത്തിന് 15-ാം ദിവസം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച വൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. അടിയങ്ങളുടെ യോഗ്യത അങ്ങാണ് കർത്താവ്, അടിയങ്ങളെ നിലനിർത്തിയത് അങ്ങാണ് കർത്താവേ. എൻ്റെ ജനന പെരുന്നാളായി ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുമ്പോൾ കർത്താവേ, ആ ഒരുക്കം അങ്ങേക്ക് പ്രസാദകരമായി തീരത്തക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലോകത്തിൻ്റെ വെളിച്ചമായി അങ്ങ് കടന്നു വന്നെങ്കിൽ അടിയങ്ങൾ അപ്രകാരം വെളിച്ചമായ ലോകത്തിൽ പ്രകാശിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കൃപയുടെ സാന്നിധ്യം ഇന്നത്തെ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് അവിടുന്ന് കർത്താവെ അടിയൻ്റെ ശബ്ദത്തോടുകൊണ്ട്, ഖണ്ഡത്തോട്, വാക്കുകളോട്, വചസ്സുകളോടുണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രത്യേകിച്ചും കർത്താവെ, എൻ്റെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ അങ്ങയുടെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ കർത്താവെ, ആഴമായവരുടെ അടിയങ്ങളുടെ ജീവിതത്തിൽ സ്പർശിക്കുവാൻ അത് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്മസ് ആഘോഷങ്ങളിലെ ഏറ്റവും പ്രധാന ഘടകമാണ് പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം. വിവിധ തലങ്ങളിലുള്ള ലൈറ്റുകൾ. അത് ഇന്ന് മാത്രമല്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയ നാൾ മുതൽ പണ്ട് നമ്മുടെ നാട്ടുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ ഗാനങ്ങൾ ആയി ജനം കടന്നു വരുമ്പോൾ, അതായത് ക്രിസ്മസ് കരോളായി കടന്നു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു സ്റ്റാറിൽ നല്ല വെളിച്ചം, പ്രകാശം ഉണ്ടായിരിക്കും. അതിൻ്റെ പിന്നാലെ റാന്തൽ വിളക്കോ അല്ലെങ്കിൽ അപ്രകാരമുള്ള വിളക്കുകൾ കൊണ്ട് കടന്നു വരുന്നാൽ, അതായത് ആ ജനം കടന്നു പോകുമ്പോൾ അവിടെ ഒരു പ്രകാശത്തിൻ്റെ വലയമാണ് ഒരുക്കുന്നത്. കാലം മാറിയതോടും ഇന്ന് ക്രിസ്മസ് കരോൾ പോലും ഭവനം തോറും ഭവനം പോകുന്നത് പോലും നിശ്ചലമായിരിക്കുന്നു. അതിനുള്ള സാവകാശം പോലുമില്ല. കർത്താവിൻ്റെ ജനനം പ്രഘോഷിക്കത്തക്കോണം, കർത്താവിൻ്റെ ജനനം മറ്റുള്ളവരോട് മനസ്സിലാക്കി കൊടുക്കത്തക്കോണം ഉള്ള സാവകാശം പോലും ഇന്നത്തെ ആധുനിക സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് ഇല്ലാതായി മാറിയിരിക്കുന്നു. വെളിച്ചം നഷ്ടപ്പെട്ട ഒരു ജനമധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമുക്കറിയാം, പണ്ടത്തെ കാലയളവിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആ ഡിസംബർ മാസം ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഭവനങ്ങളുടെ ചുറ്റും വലിയൊരു ആഘോഷപരമായ അന്തരീക്ഷമായിരുന്നു. ദേവാലയങ്ങളിൽ മനോഹരമായ കാര്യങ്ങൾ ഒരുക്കുന്നു, അതിനായി പ്രയത്നിക്കുന്നു. അപ്രകാരം തന്നെ ഭവനങ്ങളിൽ ആ മറ്റുള്ളവർക്ക് ആ സന്തോഷത്തിലേക്ക് പങ്കുചേരത്തക്കണം ഇടയാക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ ഒരുക്കുന്നു. അതിമനോഹരമായ നക്ഷത്രങ്ങൾ ഭവനത്തിൻ്റെ ചുറ്റും ഇടുന്ന അവസ്ഥകൾ. ഇന്ന് ഒരു നക്ഷത്രം പോലും ഉണ്ടോ എന്ന് ചിലപ്പോൾ നോക്കേണ്ട അവസ്ഥയായി മാറിയിരിക്കുന്നു. അതുപോലും ഇടാൻ കഴിയാതെ ചിലർ അതിനൊരു ലേസർ ലൈറ്റോ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഒരുക്കുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതയാത്രയിൽ എവിടെയോ ക്രിസ്തു എന്ന വെളിച്ചത്തിൻ്റെ അംശം മങ്ങിപ്പോയിരിക്കുന്നു. ക്രിസ്തു ഈ ഭൂമുഖത്ത് കടന്നു വന്നത് അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ തൻ്റെ പ്രകാശത്തിൽ നിന്ന് അനേകരെ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിലെ അന്ധകാരം മാറ്റുവാൻ വേണ്ടി. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ജനനം പോലും ഒരു നക്ഷത്രമാണ് മറ്റുള്ള വിദ്വാൻമാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. രാത്രിയാമങ്ങളിൽ അവിടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആ കൂട്ടത്തിൽ കടന്നു വന്ന് വെളിച്ചമായ ജനനത്തെ പറ്റിയാണ് പ്രഘോഷിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ ആഡംബരമായ പല കാര്യങ്ങൾ നാം ഒരുക്കുന്നുണ്ട്. ചിലപ്പോൾ ദേവാലയങ്ങൾ ചുറ്റും അങ്ങ് LED ലൈറ്റ്സൊക്കെ ഇട്ടങ്ങ് പ്രകാശിപ്പിക്കും. അതിമനോഹരമായ വ്യത്യസ്ത തരങ്ങളായ സ്റ്റാർസ് നമ്മൾ ഇട്ടെന്നിരിക്കും.
പക്ഷെ ഇതിൻ്റെ മധ്യത്തിൽ ഇതിന് പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രകാശമുണ്ടെന്നൊന്ന് ചിന്തിക്കണം. ഇതവിടെ ചെയ്യുമ്പോഴും ഒരുക്കുമ്പോഴും പരസ്പരം ഐക്യമില്ലാത്ത അവസ്ഥകൾ കാണാൻ കഴിയാറുണ്ട്. ആ കയ്പിൻ്റെ അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നെങ്കിൽ എത്ര പ്രകാശമായ കാര്യങ്ങൾ ഒരുക്കിയെങ്കിലും ആ പ്രകാശം എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ കഴിയുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ നാം വായിക്കുമ്പോൾ, അതിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. കർത്താവിൻ്റെ ജനനത്തെ പറ്റി വ്യത്യസ്തമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. കർത്താവിനെ പറ്റിയുള്ള സാക്ഷ്യമാണ്. വചനമായ കർത്താവ് ജഡം ധരിച്ച് ഈ ഭൂമുഖത്ത് കടന്നു വന്നത് അനേകരെ വിടുവിക്കുവാൻ വേണ്ടിയായിരുന്നു. പാപമംഗലമായ ജീവിത സാഹചര്യങ്ങളിൽ കടന്നുപോയ ജനത്തിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി. ആ വീണ്ടെടുപ്പിനായി കടന്നു വന്നപ്പോൾ അന്ന് തൻ്റെ ജനമോ മറ്റു ജനമോ ഒന്നുമില്ല, എല്ലാവരെയും വീണ്ടെടുക്കത്തക്കോണമാണ് കർത്താവിൻ്റെ ജനനമുണ്ടായത്. യഹൂദ മധ്യത്തിൽ അന്ന് ആ കാലയളവിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ മുഴുകി ചേർന്ന് നിന്ന ഒരു ജനമധ്യമായ സമൂഹമായിരുന്നു. ഇന്നും ഏകദേശം അതുതന്നെയല്ലേ ആയിരിക്കുന്നത്. സഭകളിലും ശുശ്രൂഷകളിലും പല കാര്യങ്ങൾ നാം നോക്കുമ്പോൾ വർഷാവർഷം പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന ദിവസം, ഇത് ഇന്ന ദിവസം, ഇത് ഇന്ന് ഞായറാഴ്ച, ഈ ഞായറാഴ്ച അന്ന് തന്നെ. പക്ഷെ ഇതായിരുന്നു കർത്താവ് നമ്മളിൽ കൂടെ ആഗ്രഹിച്ചത്. കർത്താവ് ഉറങ്ങിക്കിടക്കുന്ന ജനതയെ ഉണർത്തുവാൻ വേണ്ടിയാണ് കടന്നു വന്നത്. അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ കടന്നു വന്ന ജനതകളുടെ മധ്യത്തിൽ തൻ്റെ പ്രകാശം പകരുവാൻ വേണ്ടിയാണ് കടന്നു വന്നത്. പക്ഷെ ഇന്ന് പ്രകാശം നഷ്ടപ്പെട്ട ഒരു ജനമധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതിമനോഹരമായൊരു ടോർച്ച് കരങ്ങളിലുണ്ട്, പക്ഷേ അതിലുള്ള ബാറ്ററിക്ക് അതിന് വേണ്ടിയ പവറില്ലെങ്കിൽ ആ ടോർച്ച് നിഷ്ഫലമാണ്. യഥാർത്ഥത്തിൽ ആധുനിക ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവസ്ഥ അതല്ലേ? അതിമനോഹരമായ വെളിച്ചം കർത്താവുണ്ട്, പക്ഷെ ആ കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബാറ്ററിയുടെ പവർ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. മുമ്പോട്ട് വായിക്കട്ടെ, 3-4 വായിക്കുമ്പോൾ, സകലതും അവൻ മുഖാന്തരമുളവായി, സകലതും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതായത് കർത്താവ് കാരണമാണ് ഇവയെല്ലാം ഉളവായത്. കാരണം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ നാം ഇത് സൃഷ്ടിക്കാന്നൊക്കെ നാം എന്നാണ് അവിടെ പറയുന്നത്. അതല്ല, ഒരു കൂട്ടായ്മയുടെ കാര്യം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ തൃത്വത്തിൻ്റെ ഏകത്വമാണ് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ ഏകത്വത്തിലേക്ക് വിളിച്ചു വേർതിരിച്ച തൻ്റെ ജനം ഇന്ന് കർത്താവ് നോക്കുമ്പോൾ ഏകത്വമില്ലാത്ത അവസ്ഥ. നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കണം എന്ന് പറയുന്നിടത്ത് ഇന്ന് നാം ക്രിസ്തുവിൽ ഒന്നുമല്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിനായി നാം രാപ്പകൽ എന്ത് പ്രവർത്തിച്ചാലും പ്രിയ സഹോദര സഹോദരി, ആ ജനന പെരുന്നാളിൻ്റെ പൂർത്തീകരണം, സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ലൗകികമായല്ല ആത്മീയമായി അനുഭവമാക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ പ്രകാശം നിറയേണ്ട സമയമായിരിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, സകലതും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവൻ കൂടാതെ ഉളവായതില്ല. കർത്താവല്ലാത്ത ഒരു സൃഷ്ടിയും ഈ ഭൂമുഖത്തില്ല. സൃഷ്ടികർത്താവായ കർത്താവിൻ്റെ സാന്നിധ്യം ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കാര്യത്തിലും ഉണ്ടെന്നാണ് പറയുന്നത്.
അതുമാത്രമല്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ വെളിച്ചമായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചം. അതായത് ഇന്ന് നാം ശ്വസിക്കുന്നെന്ന് പറയുന്ന ജീവൻ കാണും, പക്ഷെ വെളിച്ചമായ ജീവൻ എന്നിലും നിങ്ങളും ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകാശമായി പകരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ വെളിച്ചമില്ല, വെളിച്ചത്തിൻ്റെ അംശം പോലുമില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുമ്പോട്ട് വായിക്കട്ടെ. 5ഉം 6ഉം വായിക്കുമ്പോൾ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. ഇരുളോ അതിനെ കീഴടക്കിയില്ല. ദൈവം അയച്ച ഒരു മനുഷ്യൻ വന്നു, ദൈവമയച്ച ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേരായിരുന്നു. അവന് യോഹന്നാൻ എന്ന് പേരായിരുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കുകയില്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എത്ര വലിയ അന്ധകാരമുണ്ടെങ്കിലും ഒരു പ്രകാശം, എത്ര ചെറിയ പ്രകാശമാണെങ്കിൽ അത് പ്രകാശം നമുക്ക് കാണുവാൻ കഴിയും. ഇരുളിനെ അതിനെ മറയ്ക്കുവാൻ കഴിയത്തില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രകാശം. എൻ്റെയും നിങ്ങളുടെയും ആ ദൈവത്തിൻ്റെ പ്രകാശമുണ്ടെങ്കിൽ എത്ര ഇരുൾ നിറഞ്ഞ ജനമധ്യത്തിൽ നിന്നാലും ആ പ്രകാശം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയും. ആ പ്രകാശം അതിൻ്റേതായ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് പകരുവാൻ കഴിയും. അതിമനോഹരമായ ദൈവിക കൃപയാണത്. ആ കൃപ നൽകുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. കർത്താവ് കടന്നു വന്നില്ലെങ്കിൽ കാര്യസ്ഥനായി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഒരിക്കലും ലഭ്യമാകുകയില്ലായിരുന്നു. ആ കാര്യസ്ഥൻ്റെ സഹവാസം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വെളിച്ചം അനേകരുടെ ജീവിതത്തിലേക്ക്, കർത്താവിൻ്റെ സ്വാതന്ത്ര്യം അനേകരുടെ ജീവിതത്തിലേക്ക്, കർത്താവിൻ്റെ കൃപ അനേകരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ്. അതിനായി നാം എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരുക്കം ലൗകിക പ്രകാരമുള്ള ഒരു ആർഭാടം നിറഞ്ഞ ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഒരു നിമിഷം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്നത്? അതിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ദൈവം അയച്ച ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേരായിരുന്നു. കർത്താവിൻ്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ വേണ്ടി, കർത്താവിൻ്റെ വെളിച്ചത്തെപ്പറ്റി പ്രസ്താവിക്കുവാൻ വേണ്ടി. അതിൻ്റെ 7ഉം 8ഉം വായിക്കുമ്പോൾ, അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നവനത്രേ. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ ആ പറയുന്ന കാര്യത്തിൽ അവൻ വെളിച്ചമല്ല, അവൻ വെളിച്ചത്തിന് വേണ്ടി. കാരണം അതിനു മുൻപ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ, കർത്താവിൻ്റെ ആഗമനവും കർത്താവിൻ്റെ ക്രൂശാരണവും കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ പറ്റി വചനം പ്രസ്താവിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ ക്രൂശാരണം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഈ ഭൂലോകത്ത് കടന്നു വന്ന നിമിഷം മുതൽ നാം കർത്താവിൻ്റെ വെളിച്ചമായി തീർന്നിരിക്കുന്നു. ആ വെളിച്ചം എന്നിലും നിങ്ങളിലും ആവസിക്കണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം അപ്രകാരം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനായി തീരണം. അപ്രകാരമാണോ നാം ജീവിക്കുന്നത്? കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ എത്രമാത്രം ആ വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ ഇടയാക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ. വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയണമെങ്കിൽ നമുക്ക് ആ വെളിച്ചത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. നാം വെളിച്ചത്തിൽ ജീവിക്കുന്നവരായിരിക്കണം, ആ പ്രകാശത്തിൽ നിൽക്കുന്നവരായിരിക്കണം. ഭവനങ്ങളിൽ വെളിച്ചത്തിൻ്റെ ഇന്നത്തെ ആധുനികമായ കാര്യങ്ങളിൽ സോളാറും മറ്റു കാര്യത്തിലൊക്കെ വെളിച്ചം ലഭ്യമാകുമായിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്നിലും നിങ്ങളിലും പ്രകാശിക്കേണ്ട വെളിച്ചം ഇതൊന്നും നൽകുവാൻ കഴിയുകയില്ല. അത് നൽകുന്നത് കർത്താവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും മാത്രമാണ്. അതിൻ്റെ 9-ഉം 10-ഉം വായിക്കുമ്പോൾ,
എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വരികയായിരുന്നു. ലോകത്തിലേക്ക് വരികയായിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകം അവൻ മുഖാന്തരം ഉളവായി. എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അന്ധകാരത്തിൽ നിൽക്കുന്ന പലരും ഇന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കാത്തത്, അവർ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മാലിന്യങ്ങൾ ലോകം കാണും, അവരുടെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ലോകം കാണും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ മനുഷ്യരും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വരികയായിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തോട് അന്ധകാരം ഈ ഭൂമുഖത്തുനിന്ന് മാറ്റത്തക്കവണ്ണം കർത്താവ് പ്രവർത്തിച്ചു. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും പലപ്പോഴും നമ്മുടെ പ്രവർത്തികളൊന്നും കർത്താവ് കാണുന്നില്ല, അറിയുന്നില്ലെന്നാണ് ചിന്തിക്കുന്നത്. ഇതെല്ലാം കാണുവാൻ കഴിയുന്ന പ്രകാശത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഒരു കാര്യത്തിനും മറയില്ലെന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമത് പറയുന്നത്, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. സത്യമല്ലേ? അവനെ അറിഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് ക്രൈസ്തവ സമൂഹം ഇതുപോലെ ശിഥിലമായിക്കൊണ്ടിരിക്കുകയില്ലായിരുന്നു. അവനെ അറിഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ ദൈവിക സമാധാനത്തിൻ്റെ നിറവ് കാണുവാൻ കഴിയുമായിരുന്നു. അവനെ അറിഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് ഇത്രമാത്രം അധംപതിച്ച ലോകാവസ്ഥ ഉണ്ടാകുകയില്ലായിരുന്നു. ആ വെളിച്ചം നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, ആ വെളിച്ചം നമ്മളിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് തപ്പി തടഞ്ഞ് നടക്കുന്ന ഒരു ലോകമധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെങ്കിൽ എനിക്കും നിങ്ങൾക്കുമേ കഴിയുകയുള്ളൂ. അതിൻ്റെ 11ഉം 12ഉം വായിക്കുമ്പോൾ, അവൻ സ്വന്തത്തിലേക്ക് വന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എത്ര മനോഹരമായൊരു വാഗ്ദത്തം! എന്താണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്നത്തെ ലോകത്തിൽ ഒരാളുടെ മകനോ മകളോ ആകണമെങ്കിൽ നിയമപരമായ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ: കർത്താവിനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കണം. ഈ കർത്താവിനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ കടന്നുപോയി തിരുമേശയിൽ സംബന്ധിക്കുന്നതല്ല കർത്താവിനെ കൈക്കൊള്ളുന്നത്. അല്ലെങ്കിൽ നമ്മൾ അനേകമായ ആദർ ശുശ്രൂഷ ചെയ്യുന്നതല്ല കർത്താവിനെ കൈക്കൊള്ളുന്നത്. അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ, മനോഹരമായ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതല്ല കർത്താവിനെ കൈക്കൊള്ളുന്നത്. കർത്താവിനെ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം. കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് നാം വളരണം. കർത്താവിൻ്റെ കരുതലും സ്നേഹവും കരുണയും പകരുന്നവരായി നാം തീരണം. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ട് പ്രവർത്തിക്കുന്നവരായി തീരണം. മറ്റുള്ളവരുടെ വേദനയിലേക്ക് കടന്നുപോയി അവരെ താങ്ങുവാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരിക്കണം. അപ്പോഴാണ് നാം കർത്താവിനെ കൈക്കൊണ്ടെന്നും കർത്താവിൽ വിശ്വസിക്കുന്നെന്ന് പറയുന്നത്. കാരണം കർത്താവിൽ വിശ്വസിക്കുന്നതിൻ്റെ ജീവിതത്തിൽ വ്യക്തമായൊരു മാറ്റം വരും. കാരണം ഇരുൾ മാറിപ്പോയി കർത്താവിൻ്റെ പ്രകാശം നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കുന്നവരായി തീരും. അപ്പോൾ കർത്താവ് എപ്രകാരം ഈ ഭൂമുഖത്ത് നമ്മൾ എന്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുവാൻ അത് ഇടയാകും. യോഹന്നാന്റെ സുവിശേഷം 1:13 ഇപ്രകാരമാണ് പറയുന്നത്: അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ജഡത്തിന്റെ ഇഷ്ടത്തിൽ നിന്നോ പുരുഷന്റെ ഇഷ്ടത്തിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ. ദൈവത്തിൽ നിന്നത്. അതായത് കർത്താവിൻ്റെ ജനനം ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിലല്ല, ലോകത്തിന്റെ ഇഷ്ടത്തിലല്ല, എങ്കിലോ യഹോവയായ ദൈവത്തിന്റെ
വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിൽ കൂടെ പ്രവചിച്ച പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. ഇന്ന് നാം ഈ ആധുനിക ലോകത്തിൽ സമൃദ്ധിയുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ, എല്ലാവിധ സൗകര്യ കാര്യങ്ങളിൽ ജീവിക്കുമ്പോൾ നാം ഒരു കാര്യം മറന്നു പോകുന്നത്, ഇവയൊക്കെ നൽകിയത് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ഇന്ന് ഈ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവാണ് അതിന് മുഖാന്തരം. ആ കർത്താവിൻ്റെ ജനന പെരുന്നാളിനായി നാം ഒരുങ്ങുമ്പോൾ ആദ്യം നമ്മുടെ ഭവനത്തിൽ ഒരു സ്റ്റാർ തൂക്കുന്നതിന് മുമ്പ് നോക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വെളിച്ചമുണ്ടോ എന്നാണ്. എൻ്റെ ജീവിതം ഇന്ന് കയ്പിൻ്റെ അവസ്ഥയിലാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രകാശമില്ല. ആ കർത്താവിൻ്റെ പ്രകാശമില്ലാതെ നമ്മുടെ ഭവനം എത്രമാത്രം എന്തൊക്കെ ചെയ്താലും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവമാക്കുവാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ഭവനത്തിൽ കർത്താവിൻ്റെ ജനന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ കർത്താവില്ലാത്ത ഒരു ജനനമായി മാറും. നാം ആരുടെയെങ്കിലും ഒരു ജനന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ആ വ്യക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയാലും മാതാപിതാക്കളുടെ ആയാലും ആ വ്യക്തിയുടെ സാന്നിധ്യമുണ്ട്. ഇന്ന് ലോകം കർത്താവിൻ്റെ ജനന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ പലപ്പോഴും കർത്താവില്ലാത്ത ജനന പെരുന്നാളായി മാറിയിരിക്കുന്നു. അതിനൊരു മാറ്റമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ലോകത്തിലേക്ക് നമ്മെ അയച്ചിരിക്കുന്നത്, ലോകത്തിൽ നമ്മെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:14 ഇപ്രകാരമാണ് പറയുന്നത്: വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കൃപയും സത്യവും, ഈ രണ്ട് കാര്യമാണ് കർത്താവിൻ്റെ രുചിച്ചറിയുന്നവരുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയുന്നത്. കൃപയെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാവിൽ നിന്ന് ഉയരുകയില്ല. കൃപയെന്ന് പറയുമ്പോൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരായിത്തീരും. സാഹചര്യങ്ങൾക്കൊത്തവണ്ണമുള്ള സത്യമല്ല, സത്യം സത്യമായി തീരും. അപ്രകാരമുള്ള ജീവിതമാണോ എൻ്റെയും നിങ്ങളുടെയും ജീവിതം? മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:14-16 വരെ വായിക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. വിളക്ക് കത്തിച്ചാരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല. പിന്നെയോ തണ്ടിന്മേൽ അത്രയോ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കർത്താവിൻ്റെ വെളിച്ചം പകർന്ന ജീവിതമാണെങ്കിൽ നമ്മുടെ പ്രവർത്തികളിൽ അത് ജനത്തിന് ബോധ്യമാക്കുവാൻ കഴിയും. നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൽ ജനത്തിന് ബോധ്യമാക്കുവാൻ കഴിയും. എൻ്റെ നിരൂപണങ്ങളിൽ അത് ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിയും. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അത് കഴിഞ്ഞ് പറയുന്നൊരു കാര്യം, മലമേലിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ കഴിയില്ല. അതായത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി, കർത്താവിൻ്റെ വെളിച്ചമായി തീർന്നു കഴിഞ്ഞാൽ അന്ധകാരത്തിൽ കടന്നു പോകുന്നവർക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വെളിച്ചം മനസ്സിലാക്കുവാൻ കഴിയും. അവരുടെ മധ്യേ കടന്നു ചെന്ന് ഈ വെളിച്ചം പകരുവാനാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. കർത്താവ് ഈ ഭൂമുഖത്ത് വെളിച്ചമായി കടന്നു വന്നത് അതിനാണ്. പക്ഷെ ആ വെളിച്ചമായി ഇന്ന് എനിക്ക് നിൽക്കുവാൻ കഴിയുന്നുണ്ടോ? ആ വെളിച്ചമായി പ്രശോഭിക്കുവാൻ കഴിയുന്നുണ്ടോ? അത് ആഡംബരമായ പല കാര്യങ്ങൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും മധ്യ ജീവിക്കുന്ന ഒരു ജനമായി ഞാനും നിങ്ങളും തീർന്നോന്നൊന്ന് ചിന്തിക്കണം. നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നമ്മുടെ ഭവനം അതിമനോഹരമായി എല്ലാം ഒരുക്കുമ്പോൾ
വ്യത്യസ്തമായ LED മറ്റു കാര്യങ്ങളൊക്കെ പ്രകാശിപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രകാശം എത്ര ഉണ്ടെന്ന് ചിന്തിച്ച് അതിന് തടസ്സമായിരിക്കുന്ന എന്തെന്ന് മനസ്സിലാക്കിയത് നീക്കുവാൻ കഴിയുമെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഈ ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായൊരു ക്രിസ്മസായി മാറിത്തീരും. നമ്മുടെ തലകണ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസ്തുതാംനാഥ, ഇതോളം വഴി നിർത്തിയ കൃപകൾക്കായ സ്തോത്രം. എൻ്റെ വചനത്തിൽ കൂടെ കർത്താവ് എവിടെയാണ് ഞങ്ങളുടെ പ്രകാശത്തിന് കോട്ടം വന്നിരിക്കുന്നതെന്ന് ചിന്തിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത് മാറ്റി കർത്താവേ നിൻ്റെ പ്രകാശമായി തീർന്ന് ലോകത്തിലെ അനേകർക്ക് നിൻ്റെ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടൊരുത്തക്കോണം പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ ക്രിസ്മസ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പ്രകാശം വീണ്ടെടുക്കത്തക്കോണം ഇടയാക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ കാര്യത്തിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.